നമ്മുടെ സ്പൈസി നംകീൻ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ലാസ്റ്റ് വ്ലോഗിൽ നമ്മള് ബീഫ് കറി ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബീഫ് കുറച്ചുകൂടെ ബാക്കി ഉണ്ട് എന്ന്. അപ്പൊ ആ ബാലൻസ് ഉള്ള വെച്ചിട്ട് നമുക്ക് ഇന്ന് ബീഫിന്റെ വേറൊരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഈ റെസിപ്പിയും നമ്മളെ റീൽ റെസിപ്പി തന്നെയാണ്. ഇതിന്റെ പേര് വന്നിട്ട് സ്പൈസി നംകീൻ ഗോഷ്ന. പക്ഷെ അത് അവര് നമ്മളെ മട്ടൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആ സെയിം റെസിപ്പി നമുക്ക് ബീഫ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ വാ, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇതും ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈസി റെസിപ്പി ആട്ടോ. കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ആക്ച്വലി വന്നിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോ പറയുന്നത്, ഞാനല്ല ഏട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തന്നത്, ഇത് ഇന്ത്യൻ, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ആട്ടോ ഇതിന് വരുന്നത്. അപ്പൊ വാ, നമുക്ക് ഉണ്ടാക്കാം. ബീഫൊക്കെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നമുക്ക് വേണ്ടുള്ളൂ. വേറൊരു ഐറ്റം കൂടി, ഒന്ന് രണ്ട് ഐറ്റം കൂടി വേണം, എന്നാലും മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പൊ ഉണ്ടാക്കാം. ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതൊറ്റ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ക്ലീൻ ആക്കി വെച്ചതാട്ടോ, കട്ട് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 വിസിലടിക്കാം. നിങ്ങളെ ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് നോക്കണം കേട്ടോ. ഞാൻ ഇന്നലെ ബീഫ് വേവിച്ച പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് ബാക്കിയെല്ലാം ലോ ഫ്ലെയിമില് ബാക്കി 5 വിസിലടുപ്പിക്കും. ഞാൻ 6 വിസിലടുപ്പിക്കുന്നു. ഒന്ന് ഹൈ ഫ്ലെയിമിലും ബാക്കി 5 ലോ ഫ്ലെയിമിലും. അപ്പൊ അത് വേവട്ടെ. ബീഫൊക്കെ ഇതാ കറക്റ്റ് വെന്ത് അതിന്റെ പ്രഷർ എല്ലാം പോയി സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ഈ വേവിച്ച ബീഫ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്കൊരു 3-4 പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ച് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. നമുക്കൊരു സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്, ഓൾറെഡി വെന്തതാണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മുടെ സ്പൈസി നംകീൻ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നെ കണ്ടു. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര ഈസി ആയിട്ട്, അധികം മസാല ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. നല്ല ചൂടുണ്ട്, ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. ചൂടുണ്ട്. അടിപൊളി. ഞാൻ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പം റിയലൈസ് ചെയ്ത കാര്യമാണ്,
നമ്മൾ അധികം മസാല ഇട്ടിട്ട് ആ മീറ്റിന്റെ ടേസ്റ്റ് ഇല്ലാണ്ടാക്കരുത്. അപ്പൊ എപ്പോഴും മസാല കുറച്ച് കഴിഞ്ഞാലും കറക്റ്റ് ആ മീറ്റിന്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതിൽ അതിന്റെ ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ സ്റ്റോക്ക് മാത്രമാണ് ബീഫിന്റെ, വേറെ മസാല ഒന്നുമില്ല. ആകെ പെപ്പറും പിന്നെന്താ ഗ്രീൻ ചില്ലിയും മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിരുന്നു, പക്ഷെ അവർക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് അച്ഛൻ പോയി വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാ ഞാൻ കഴിച്ചത്. ഒന്നുകൂടെ കഴിക്കട്ടെ. കൊതി കൊണ്ട് അച്ഛ. ഓ അടിപൊളി അടിപൊളി. അപ്പൊ സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ബീഫൊക്കെ വീട്ടിൽ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. എല്ലാരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.